ലെപ്രസി അഥവാ കുഷ്ഠരോഗം എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഭയമാണ്. പക്ഷെ ലെപ്രസിയെ ഇത്ര പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഡോക്ടർ മമത ജോർജ്, കോഴിക്കോട് മലബാർ മെഡിക്കൽ കോളേജിലെ ഡെർമറ്റോളജി വിഭാഗം പ്രൊഫസർ ആൻഡ് ഹെഡാണ്. പൊതുവെ നമ്മുടെ സമൂഹത്തിൽ ഒട്ടേറെ മിഥ്യാധാരണകൾ നിലനിൽക്കുന്ന ഒരു രോഗമാണ് ലെപ്രസി. പക്ഷേ ചികിത്സിച്ചാൽ 100% ഭേദമാക്കാൻ പറ്റുന്ന ഈ ഒരു രോഗത്തെ നമ്മൾ എന്തിനു ഭയപ്പെടണം? ലെപ്രസിയുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകൾ മാറ്റാനും ജനങ്ങളെ കൂടുതൽ ബോധവൽക്കരിക്കാനുമായി ജാനുവരി 30 നാഷണൽ ലെപ്രസി ഡേ ആയി നമ്മൾ ആചരിക്കുന്നു. എന്താണ് ലെപ്രസി? ഇത് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. ചികിത്സ എടുക്കാത്ത ഒരു രോഗിയുമായി ദീർഘകാല സമ്പർക്കം കൊണ്ടാണ് ഇത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത്. പ്രധാനമായും ലെപ്രസി ചർമ്മത്തെയും ഞരമ്പുകളെയും, അതായത് സ്കിൻ ആൻഡ് നെർവ്സ്, ഈ അവയവങ്ങളെയാണ് കൂടുതലായി ബാധിക്കുക. ചർമ്മത്തിൽ ഇത് വെള്ള നിറമുള്ള പാടുകൾ അഥവാ നേരിയ ചുവപ്പ് നിറമുള്ള പാടുകളായാണ് പ്രത്യക്ഷപ്പെടുക. ഈ പാടുകളുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിൽ സ്പർശനശേഷി കുറവായിരിക്കും. പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഇല്ലാത്തതിനാൽ, ചൊറിച്ചിലോ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തതിനാൽ ഈ പാടുകൾ പൊതുവെ അവഗണിക്കുക സാധാരണയാണ്. മേൽപ്പറഞ്ഞ ലക്ഷണമുള്ള ഒരു പാടുകളുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുകയും അത് ലെപ്രസി അല്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചികിത്സിച്ചാൽ 100% പൂർണ്ണമായും ഭേദപ്പെടുത്താൻ പറ്റുന്നതും, ചികിത്സിച്ചില്ലെങ്കിൽ ഈ ബാക്ടീരിയ മറ്റ് അവയവങ്ങളിൽ, ഞരമ്പുകൾ ഉൾപ്പെടെ ബാക്കി അവയവങ്ങളിലേക്ക് വ്യാപിക്കുകയും അതിലൂടെ പല കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നേരത്തെ തന്നെ രോഗനിർണയം നടത്തേണ്ടതും ചികിത്സ കൃത്യമായി എടുക്കേണ്ടതും അത്യാവശ്യമാണ്. ഓർക്കുക, ലെപ്രസി ഭയപ്പെടേണ്ട ഒരു രോഗമല്ല.